നിലക്ക് ഉപദ്രവിക്കാൻ കഴിയും, ആ നിലക്കൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പദ്യകാരനാണ് സുഹൈർ. ആ സുഹൈറിന്റെ മക്കളാണ് കഅബും അതുപോലെ ബുജൈറും. തെറിക്കവിതകൾ മക്കയുടെ തെരുവോരങ്ങളിൽ മുഴുവനും തെറിക്കവിതകളാണ്. റസൂലുള്ളാഹിനെ കുറിച്ചിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടും മറ്റു സ്വഹാബികളെ കുറിച്ചിട്ടൊക്കെ തെറികൾ ഇങ്ങനെ കവിതകൾ എഴുതിയിട്ട് അത് ചുമരിൽ എഴുതി വെക്കുകയാണ് കഅബിന്റെയും ബുജൈറിന്റെയും പണി. ഹബീബായ നബി തങ്ങളെ കുറിച്ചിട്ട് മക്കയുടെ ഓരോരോ ചുമരുകളിലും തെറികളെ കൊണ്ട് നിറയുകയാണ്. കഅബിന്റെ തെറി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, ബുജൈറിന്റെ തെറി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലുള്ളപ്പോൾ ആ മദീനയിലുള്ള ഓരോരോ രംഗങ്ങളും പകർത്തിയെടുത്തിട്ട് മക്കയിൽ വന്നുകൊണ്ട് നമുക്ക് തെറി കവിതകളെ വീണ്ടും ആലപിക്കാമല്ലോ. ബുജൈർ വന്നുകൊണ്ട് കഅബിനോട് പറഞ്ഞപ്പോൾ കഅബ് പറഞ്ഞു, എന്നാൽ നീ മദീനയിൽ ചെന്നിട്ട് മുഹമ്മദ് എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ബുജൈർ ചൊല്ലുകയാണ്, പ്രവാചകനെ കുറിച്ചിട്ട് തെറിക്കവിതകൾ എന്തെങ്കിലും എഴുതാൻ കിട്ടുമോ എന്നറിയാൻ. മദീനയിലേക്ക് വന്ന ബുജൈർ കാണുന്നത് സ്വഹാബികളോട് സ്നേഹത്തോടെ പെരുമാറുന്ന, ആ മദീനക്കാര് വല്ലാതെ സ്നേഹിക്കുന്ന, നല്ല ലാളിത്യ സ്വഭാവത്തോടെ ജീവിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന കാരുണ്യത്തിന്റെ ഒരു മനുഷ്യനെയാണ്. ബുജൈർ അറിയാതെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ബുജൈർ ചിന്തിച്ചു, ഇത്രയും കാലം തെറിക്കവിതകൾ എഴുതിയ മുഹമ്മദാണല്ലോ, ഞാനും എന്റെ ജ്യേഷ്ഠനും കൂടെ എത്രയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മുഹമ്മദിനെ. പാവപ്പെട്ടവനായ ബുജൈറിന് മുഹമ്മദ് പുറത്തു തരുമോ? റസൂലുള്ളാഹിന്റെ അരികിൽ വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ബുജൈറും ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തന്റെ അനുജന്റെ ഇസ്ലാം സ്വീകരണം കഅബിനെ വല്ലാതെ ദേഷ്യം പിടിച്ചുപോയി. കഅബ് പിന്നെ പ്രവാചകനെ കുറിച്ചിട്ടും ബുജൈറിനെ കുറിച്ചിട്ടും കൂട്ടിച്ചേർത്ത് പല കഥകൾ ഉണ്ടാക്കി കവിതകളെ പാരായണം ചെയ്യുകയാണ്, കവിതകൾ ആലപിക്കുകയാണ്. മക്കയുടെ ഓരോരോ ചുമരുകളിലും ബുജൈറിനെ പറ്റിയും ബുജൈറിനെ പറ്റിയും മുഹമ്മദിനെ പറ്റിയുള്ള തെറികളാണ് പിന്നീട് കാണുന്നത്. വല്ലാതെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ നബി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, കഅബിന്റെ തലയെടുത്തു കൊണ്ടുവരുന്നവര് സ്വർഗം നൽകാം. ഖാല റസൂലുള്ളാഹി, ആരെങ്കിലും പോയി കഅബിനെ കൊന്ന് എന്റെ മുമ്പിലേക്ക് വന്നാല് അവന് സ്വർഗമാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. സ്വഹാബാക്കള് നാല് ഭാഗത്തേക്കും ഓടുകയാണ്, എവിടെയാ കഅബ്, എവിടെയാ കഅബ്? കഅബിന്റെ തല കൊണ്ടുവരുന്നവന് സ്വർഗമാണ് റസൂലുള്ള പറഞ്ഞിരിക്കുന്നത്. മക്കം ഫതഹ് കഴിഞ്ഞിട്ട് ഇസ്ലാം പലരും സ്വീകരിച്ചു കഴിഞ്ഞിട്ടോ കഅബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ. എന്നിട്ടും കഅബ് തന്റെ തെറിക്കവിതകള് തുടരുകയാണല്ലോ. അതുകൊണ്ട് കഅബിനെ ഇനി വെറുതെ വിട്ടുകൂടാ. പല ഭാഗത്തേക്കും പാഞ്ഞുപോയ സ്വഹാബികളുടെ വിവരം കഅബ് അറിയുകയാണ്. കഅബിനറിയാം സ്വഹാബികളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാ പിന്നെ തല കാണൂല. ബുജൈറും ഒരു കവിത എഴുതുകയാണ് കഅബിന്, കഅബ് നിന്നെ വധിക്കാനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് നല്ലത് സത്യം മനസ്സിലാക്കലാണ്. ഇതറിഞ്ഞ കഅബ് ബിൻ സുഹൈർ വല്ലാതെ പേടിച്ചുപോയി. കാരണം മുഹമ്മദ് തന്റെ അനുജരോട് കാര്യം പറഞ്ഞാല് അത് അപ്പടി അനുസരിക്കുന്നവരാണ് സ്വഹാബികള്. അവിടെ ബാപ്പയെന്ന് നോക്കാറില്ല, തന്റെ ജ്യേഷ്ഠനെന്ന് നോക്കാറില്ല, അനുജനെന്ന് നോക്കാറില്ല. മുഹമ്മദ് എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കുന്നവരാണ് സ്വഹാബികള്. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹു അടങ്ങിയിരിക്കുന്ന സദസ്സിലേക്ക് അബൂബൈദയുടെ ബാപ്പയായ ജറാഹ് വന്നുകൊണ്ട് വെല്ലുവിളിച്ചില്ലേ, മുഹമ്മദേ നിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ ഞാനുമായി ഏറ്റുമുട്ടാൻ? നീ നിന്റെ കൂട്ടത്തിലുള്ള ആൺകുട്ടികളെ മരിച്ചാലൊക്കെ സ്വർഗത്തിലാണെന്നോ? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ അവര്
അവര് നരകത്തിലാണെന്നല്ലേ നീ വീമ്പിളക്കാറ്? ധൈര്യമുണ്ടോ നിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ ഞാനുമായി ഏറ്റുമുട്ടാൻ? വെല്ലുവിളിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ജറാഹിന്റെ മകനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ച എന്റെ വാപ്പയുണ്ടല്ലോ, ആ വാപ്പാന്റെ തലയെടുത്ത് കൊണ്ടുവരാൻ അങ്ങനെക്ക് സമ്മതം നൽകണം നബിയേ. റസൂലുള്ള പറഞ്ഞു, അബൂ ഉബൈദ നിന്റെ ബാപ്പയല്ലേ, ഒന്ന് സമാധാനിക്ക്, ഒന്ന് ക്ഷമിക്കുമോനെ. രണ്ടാമതും ജറാഹ് വന്നുകൊണ്ട് വെല്ലുവിളിക്കയാണ്, ധൈര്യമുണ്ടോ മുഹമ്മദേ, നീ വല്ലാതെ ആക്രോശിക്കാറുണ്ടല്ലോ നിന്റെ കൂട്ടത്തിൽ ധീരരാണെന്ന്, അവരൊക്കെ മരിച്ചാൽ ഷഹീദായി സ്വർഗത്തിലാണെന്ന്. ധൈര്യമുണ്ടോ? ധൈര്യമുള്ളവർ നിന്റെ കൂട്ടത്തിലില്ലേ മുഹമ്മദേ? ഇത് കേട്ടപ്പോൾ വീണ്ടും ജറാഹിന്റെ മകനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, ക്ഷമക്കൊരു പരിധിയില്ലേ, ഞാൻ എന്റെ ബാപ്പാടെ തലയെടുത്തിട്ട് അങ്ങയുടെ മുമ്പിലേക്ക് വരട്ടെയോ? നബി തങ്ങളെ പറഞ്ഞു, ക്ഷമിക്കുമോനെ, ക്ഷമിക്കുമോനെ, അവിടെ ഇരിക്കൂ. മൂന്നാമതായി കൊണ്ട് ജറാഹ് വന്നുകൊണ്ട് പല്ലിടിച്ചുകൊണ്ട് കൊഞ്ഞനം കാട്ടിക്കൊണ്ട് വിളിക്കയാണ്, മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളില്ലേ? ഇത് കേട്ടതും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വാളങ്കൂരി എടുത്തിട്ട് ജറാഹിന്റെ നേരെ പുറപ്പെടുകയാണ്. അതാ ഇടിമിന്നൽ വേഗതയിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അബൂ ഉബൈദയോട് ജറാഹ് പറഞ്ഞു, എടാ മോനെ, നിന്നെ അഭ്യാസം പഠിപ്പിച്ചത് ഞാനല്ലടോ, നിന്നെ വാള് പിടിക്കാന് പഠിപ്പിച്ചത് ഞാനല്ലടാ, എന്നിട്ട് നീ എന്റെ മുമ്പിലേക്ക് യുദ്ധത്തിന് വന്നിരിക്കുന്നു. മകനാണെന്നൊന്നും ഞാൻ നോക്കില്ല, നിന്നെ ഞാൻ കൊല്ലുകയാണെന്ന് പറഞ്ഞിട്ട് വാളെടുത്തിട്ട് അബൂ ഉബൈദയെ അങ്ങ് വെട്ടുമ്പോൾ അബൂ ഉബൈദ തടുക്കുകയാണ്. അവസാനം അതാ നിമിഷ നേരങ്ങളെ കൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ ബാപ്പാന്റെ തല, ജറാഹിന്റെ തല ഒരൊറ്റ വെട്ടലങ്ങ് വെട്ടിയിട്ട് കൊഴുതെടുത്തിട്ട് അത് വാളിന്റെ തലപ്പിൽ കുത്തിയിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ മുഖത്തേക്ക് നോക്കുന്നില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിഷമത്തോടെ വിളിച്ചു, നബിയേ. റസൂലുള്ള വിളിക്കുത്തരം നൽകുന്നില്ല. എത്ര വിളിച്ചിട്ടും വിളിക്കുത്തരം ചെയ്യാതെ വന്നപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ കലങ്ങുകയാണ്, കണ്ണുനീര് തായോട്ട് ചാരിട്ടൊഴുകുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അങ്ങയോടുള്ള സ്നേഹം, ഇസ്ലാമിനോടുള്ള സ്നേഹം, അവർ അള്ളാന്റെ പാർട്ടിയിൽപ്പെട്ടവരാണ്. അവരുടെ ബാപ്പ അവർക്ക് പ്രശ്നമില്ല, കുടുംബങ്ങള് പ്രശ്നമില്ല, സഹോദരങ്ങള് പ്രശ്നമില്ല, അയൽവാസം പ്രശ്നമില്ല, കൂട്ടുകാര് പ്രശ്നമില്ല, അങ്ങയോടുള്ള സ്നേഹമാണ് നബിയേ. ഉടനെ റസൂലുള്ളാഹി തങ്ങൾ സലാം മടക്കുന്നു. സംഭവം കഅബിനറിയാം. തന്റെ തലവെട്ടിയെടുക്കാൻ സ്വഹാബികളോട് പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ ഉറപ്പാണ് തന്റെ തലവെട്ടിയെടുക്കും. കഅബറിഞ്ഞു. ഒരു കറുത്ത മൂടുപടം ധരിക്കയാണ്, പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് വിളിച്ചു, മുഹമ്മദേ, മുഹമ്മദേ. സ്വഹാബികൾ ആ വിളിക്കപ്പെട്ട ഭാഗത്തേക്ക് നോക്കുകയാണ്. ആരാണ് വിളിച്ചിരിക്കുന്നത്? മുഹമ്മദേ എന്നാണല്ലോ വിളിച്ചത്. അള്ളാഹു പോലും ഖുർആനിലെ മുഹമ്മദ് എന്ന പേര് വിളിച്ചിട്ടില്ല. ആരാണ് മുഹമ്മദ് എന്ന് വിളിച്ചതെന്നറിയാൻ സ്വഹാബികൾ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അജ്ഞാതനായ മനുഷ്യൻ കറുത്ത മൂടുപടം ധരിച്ചിരിക്കുകയാണ്. അയാൾ ചോദിക്കുകയാണ്, മുഹമ്മദേ, ഞാനൊരു കാര്യം അറിയാൻ വന്നവനാണ്, എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയാലോ? എന്താണ് ചോദിക്കാനുള്ളത്? കഅബ് ചോദിക്കുകയാണ്, മുഹമ്മദേ, ഈ ഭൂമിയിൽ നിനക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്, വെറുപ്പുള്ളത് ആരോടാണ്?
റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു, എനിക്കെതിരെ, എന്റെ സ്വഹാബികൾക്കെതിരെ, എന്റെ ഭാര്യമാർക്കെതിരെ തെറിക്കവിതകൾ എഴുതി വെക്കുന്ന കഅബുണ്ടല്ലോ, മക്കക്കാരനായ സുഹൈറിന്റെ മകനായ കഅബുണ്ടല്ലോ, അവനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത്. ഉടനെ കഅബ് ചോദിക്കുകയാണ്, എന്നാൽ മുഹമ്മദേ, ഈ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് മുഹമ്മദേ നിന്നോട് കഅബ് മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുമോ മുഹമ്മദേ? റസൂലുള്ള പറഞ്ഞു, സംശയമില്ല, കഅബിന് ഞാൻ മാപ്പ് കൊടുക്കും. ഇനിമേലിൽ എന്റെ സ്വഹാബികളെ ഉപദ്രവിക്കരുത്, എന്റെ ഭാര്യമാർക്കെതിരെ കവിതകൾ എഴുതരുത്, എന്റെ സ്വഹാബികൾ അത്രയേറെ പ്രയാസപ്പെടുന്നുണ്ട്, അതുകൊണ്ട് കഅബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇനിമേലിൽ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കഅബിന് ഞാൻ മാപ്പ് കൊടുക്കുമല്ലോ. അപ്പോൾ കഅബ് തന്റെ മൂടുപടം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, പൊരുത്തപ്പെട്ടാലോ നീ പ്രവാചകൻ തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സ്വഹാബികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് കഅബ് ചോദിക്കുമ്പോൾ കഅബിന് പ്രവാചകൻ മറുപടി പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന സ്വഹാബികൾ ഉണ്ടല്ലോ, ഒരു സ്വഹാബി വാളുയർത്തിക്കൊണ്ട് പറഞ്ഞു, നബിയേ, ഈ കഅബിനെ കൊല്ലാൻ അങ്ങ് സമ്മതിച്ചാലും ഞാൻ കഅബിന്റെ തല വെട്ടിയെടുക്കട്ടെ. നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. സ്വഹാബിയായി തീർന്ന കഅബ് ബിൻ സുഹൈർ അവിടുന്ന് പറഞ്ഞു, നബിയേ, അങ്ങേക്കെതിരെ ഒരുപാട് തെറികൾ എഴുതി വെച്ചു പോയ, തെറികൾ പാടിപ്പോയ ഈ നാവ് കൊണ്ട് അങ്ങയെ കുറിച്ച് പദ്യങ്ങൾ ആലപിക്കട്ടെയോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് കഅബ് ചൊല്ലുകയാണ്, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തല്ലാഹു ബിഹി മുഹമ്മദും മിൻ സുലൂ ലില്ലാഹി മസ്ലൂലു. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തല്ലാഹു ബിഹി മുഹമ്മദും മിൻ സുയൂ ലില്ലാഹി മസ്ലൂലു. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട പടവാള് പോലെ മിന്നിത്തുളങ്ങുന്ന പടവാളാണ് മുഹമ്മദ് നബി എന്ന് അതെന്നുള്ള പദ്യം അവിടുന്ന് അതാ കഅബ് ബിൻ സുഹൈർ ആലപിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് മുസ്ലിമാവുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങള് ഏത് തെറ്റ് ചെയ്ത് വന്നവനെയും പുറത്തു കൊടുത്തില്ലേ? റസൂലുള്ളാഹിന്റെ യളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായ നിലക്ക് കൊന്നുകളഞ്ഞ വഹ്ശി എന്ന അടിമയോ യജമാനത്തിയായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മാപ്പ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ മാപ്പ് കൊടുക്കുകയാണ്. വഹ്ശിക്ക് മാപ്പ് കൊടുക്കുകയാണ്, ഹിന്ദിന് മാപ്പ് കൊടുക്കുകയാണ്.